ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും തന്നെ മുടി വളരാത്തവർക്ക് മുടി നല്ലതുപോലെ കരുത്തോടെ വളരാനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലതുപോലെ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയുള്ള ഒരു എണ്ണയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പില എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പില നിറയെ വിഷങ്ങൾ അടിച്ച് വരുന്ന കറിവേപ്പിലയാണ്. അത് നമ്മുടെ തലമുടിക്കൊക്കെ ദോഷം ചെയ്യും. നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കറിവേപ്പിലയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയ ശേഷം ഉണക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈർപ്പം എല്ലാം മാറ്റിയ ശേഷമാണ് ഞാൻ ഇവിടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കറിവേപ്പില ഒന്ന് ആ ഒരു ഇല മാത്രം ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് എണ്ണ കാച്ചുന്നത് കേട്ടോ. ഞാൻ എണ്ണ കാച്ചി വയ്ക്കാറില്ല, കുറച്ച് അളവിലാണ് നമ്മൾ എണ്ണ കാച്ചി ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഞാൻ എണ്ണ കാച്ചിയ എണ്ണയാണ് ഞാൻ തേച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയുടെ വീഡിയോ ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ലതുപോലെ കരുത്തോടെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ല ആരോഗ്യത്തോടെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ വളരാൻ കറിവേപ്പില ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നിറയെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ എണ്ണ കാച്ചി തേക്കുന്നതാണ് നല്ലത്. കടയിലുള്ള കെമിക്കൽ അടങ്ങിയ എണ്ണയൊന്നും വാങ്ങിച്ച് തേക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനതിവിടെ കുറച്ച് അളവിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന 2 നവര ഇലയാണ് കേട്ടോ. ഇവിടെ പനിക്കൂർക്കയെന്ന് എല്ലാവരും പറയും, പക്ഷേ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നവര ഇല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 1 സ്പൂൺ അളവിൽ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതൽ എണ്ണ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ചുകൂടെ സാധനങ്ങൾ എടുക്കണം. പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ കാച്ചി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 150 ഗ്രാം എണ്ണയോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും ഉലുവയും അതുപോലെ തന്നെ നവര ഇലയും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ കത്തിച്ച് നല്ലതുപോലെ ഒന്ന് കാച്ചിയെടുക്കണം. പിന്നെ ഈ എണ്ണ പെട്ടെന്ന് തന്നെ തയ്യാറാവും കേട്ടോ. പെട്ടെന്ന് നമ്മൾ എല്ലാം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാവും. അപ്പോൾ എണ്ണ ഇവിടെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ നമുക്ക് ഇത് കാച്ചിയെടുക്കാം. കാരണം പെട്ടെന്ന് എണ്ണ തിളച്ച് ആ ഒരു ഇതാവാതെ നമ്മൾ തീ കുറച്ച് വെച്ച് സമയമെടുത്ത് വേണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കാൻ. അപ്പം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെയൊക്കെ കാച്ചിയ എണ്ണകളൊക്കെ നമ്മൾ തേച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര മുടിയില്ലാത്തവർക്കും നല്ലതുപോലെ മുടി തിളർത്ത് വരും കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുമ്പോൾ മുടി നല്ല കറുത്ത നിറത്തിൽ തന്നെ മുടി വളർന്നു വരും. പിന്നെ അകാല നരയൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. നര പെട്ടെന്ന് വരാതിരിക്കും കേട്ടോ. അപ്പം ഇതിങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ കുട്ടികൾക്ക് ഇതുപോലത്തെയൊക്കെ എണ്ണ വാങ്ങിച്ച് ചെയ്ത് തേച്ച് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണകളൊക്കെ ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ആയിട്ട് നാച്ചുറലായിട്ടുള്ള എണ്ണകൾ തയ്യാറാക്കി നമ്മൾ തലമുടിയിൽ തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ വളർന്ന് കിട്ടും കേട്ടോ. അതുമാത്രമല്ല നമ്മളിതിൽ ഉലുവ ചേർക്കുന്നത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറും. പിന്നെ അതുപോലെ തന്നെ ഈ നവരയില തേക്കുമ്പോൾ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ കഫക്കെട്ടൊക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നവരയില നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ തുളസിയില ചേർക്കാം. അതൊക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനവിടെ എണ്ണ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ആ ഒരു കളർ നല്ലൊരു പച്ച കളറിൽ നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു പച്ച കളറിലാണ് എണ്ണ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തണുത്തിയ ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചെണ്ണയുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു പച്ച കളറാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതിവിടെ ഒരു അരിപ്പ വെച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഞാൻ ചെറിയ അരിപ്പയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടും മുടിയില്ലാത്തവരും നിങ്ങൾ ഈ ഒരു എണ്ണ ഒന്ന് കാച്ചി തേച്ച് നോക്കും. തീർച്ചയായിട്ടും മുടി നല്ലതുപോലെ പൊടിച്ച് വരും. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ എണ്ണ വയ്ക്കുകയാണെങ്കിൽ
നമ്മൾ ഇത് ആ ഒരു തലമുടിയിലും ആ ഒരു തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ എണ്ണ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ മുടിയിലും എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ എണ്ണ ഒന്ന് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും എണ്ണ തലമുടിയിൽ പിടിക്കാൻ ഇടണം കേട്ടോ. പിന്നെ ജലദോഷം ഒന്നും വരാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കാണെങ്കിൽ അത് നമ്മൾ രാവിലെ തേച്ചിട്ടിട്ട് ചിലപ്പോൾ ഒരു 2 മണിക്കോ 3 മണിക്കൊക്കെ കുളിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തലമുടിയിലെ എണ്ണ എല്ലാം പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് നമ്മൾ തലയിലൊക്കെ സോപ്പും അതുപോലെ തന്നെ ഷാമ്പു ഒന്നും തേക്കാതെ തന്നെ നമ്മുടെ തലമുടി എണ്ണയൊക്കെ വൃത്തിയാക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുതിർത്ത് വച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ. തലേ ദിവസം ഞാൻ കുതിർക്കായിട്ട് വെച്ചിരുന്ന ഉലുവയാണ്. അതൊരു 2 സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തലമുടിക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ പാക്ക് തയ്യാറാക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയ ശേഷം തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ആ തലമുടിയിലുള്ള അഴുക്കും അതുപോലെ എല്ലാം ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ ആ എണ്ണമയോ എല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യുക. നമ്മൾ കടയിൽ നിന്നുള്ള ഷാമ്പൂ അതുപോലെ തന്നെ സോപ്പും ഒന്നും തലയിൽ തേക്കാതെ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.